പത്തനംതിട്ട കലഞ്ഞൂർ പാടത്തെ ഇരട്ട കൊലപാതകത്തിന് കാരണം പ്രതി ബൈജുവിനെ ഭാര്യയോടുള്ള സംശയമെന്ന് പോലീസ് എഫ്ഐആർ. ബൈജുവും കൊല്ലപ്പെട്ട ഭാര്യ വൈഷ്ണവിയും തമ്മിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വൈഷ്ണവിയുടെ പിതാവ് ബിജു പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയായിരുന്നു വഴക്ക്. ഇന്നലെ രാത്രിയാണ് പ്രതി ബൈജു ഭാര്യ വൈഷ്ണവിയെയും അയൽവാസിയായ സുഹൃത്ത് വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഭാര്യയെയും സുഹൃത്തായ അയൽവാസിയായ യുവാവിനെയും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി 11:30-ഓടെ ഈ വീട്ടിലാണ് കൊലപാതകം നടന്നത്. ഈ വീടിന് 50 മീറ്റർ അകലെയുള്ള വൈഷ്ണവിയും ഭർത്താവ് ബൈജുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വഴക്ക് രൂക്ഷമാകുമ്പോൾ വൈഷ്ണവി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വൈഷ്ണവിയെ പിന്തുടർന്ന് ബൈജു കൊടുവാളുമായിട്ട് പിറകെ ഓടി വരുന്നു. തുടർന്ന് വൈഷ്ണവിയെ ഈ വീട്ടിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തുന്നു. വീടിന് ഉള്ളിലുണ്ടായിരുന്ന സുഹൃത്ത് വിഷ്ണുവിനെ പുറത്തേക്ക് വിളിച്ചു വരുത്തി സിറ്റൗട്ടിന് മുന്നിൽ വെച്ച് കൊടുവാൾ കൊണ്ട് കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ 2 കൊലപാതകങ്ങൾ കേട്ട് ആണ് ഇന്ന് രാവിലെ പത്തനംതിട്ട ജില്ല കേരളം നടുക്കത്തോടെ ഉണർന്നത്. വൈഷ്ണവി സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് കൊല്ലപ്പെടുകയും വിഷ്ണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കൊലപ്പെടുകയുമായിരുന്നു. 2 പേരുടെയും തല ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് വൈഷ്ണവിയെ ഭർത്താവ് ബൈജുവിന് സംശയമായിരുന്നു. നിരന്തരമായിട്ടുള്ള സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിൻ്റെ പേര് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ വൈഷ്ണവിയെ സംശയിച്ചത്. ഈ സംശയമാണ് ഇന്നലെ കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിവില്ല. കൊല്ലപ്പെട്ട വിഷ്ണുവും ബൈജുവും സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്, പഠിച്ചിരുന്നത് ഒരുമിച്ചായിരുന്നു. അങ്ങനെ ദീർഘകാലത്തെ സൗഹൃദമുള്ള സുഹൃത്തുക്കളായിരുന്നു ബൈജുവും വിഷ്ണുവും എന്നുള്ളതാണ് കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെ പിതാവ് പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ, നിരന്തരമായ കലഹങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും ബിജു വൈഷ്ണവിയുടെ പിതാവ് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഈ സുഹൃത്തുക്കൾ തമ്മിൽ വിഷ്ണുവും ബൈജുവും തമ്മിൽ ഉണ്ടായിരുന്നതായി അറിയില്ല എന്നുള്ള കാര്യമാണ് വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത്. ഒപ്പം തന്നെ ഇരുവരുടെയും സുഹൃത്തുക്കൾ, കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെയും ബൈജുവിൻ്റെയും സുഹൃത്തുക്കളും പറയുന്നത് ഇരുവരും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ബന്ധം, സൗഹൃദം, മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു, ഒരുമിച്ചാണ് ഇരുവരും ജോലി ചെയ്യുന്നത്, തിരികെ വരുന്നതും ഒരുമിച്ചാണ്. അങ്ങനെ ദീർഘകാലമായിട്ടുള്ള സൗഹൃദമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ള വൈഷ്ണവിയെ ബൈജുവിന് സംശയമായിരുന്നു എന്നുള്ള കാര്യത്തിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. പോലീസ് ഇന്നലെ രാത്രി തന്നെ ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള മണിക്കൂറുകളിൽ ബൈജുവിനെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സംശയം ആരോപിച്ചുകൊണ്ടുള്ള കൊലപാതകം എന്നതപ്പുറത്തിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ബൈജു പോലീസ് കസ്റ്റഡിയിലുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ വരും മണിക്കൂറുകളിലും ഉണ്ടാകും. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.